നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഫേസ്ബുക്കിലൂടെ ഖേദപ്രകടനം നടത്തി മോഹൻലാൽ. സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നുവന്നിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ വലിയ മനോവിഷമമുണ്ടാക്കി. അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ തങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞെന്നും മോഹൻലാൽ. സംവിധായകൻ പൃഥ്വിരാജ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചു. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ വർഗീയത അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് ചിത്രം കണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റീസെൻസറിങ്ങിനും വെട്ടിത്തിരുത്തലുകൾക്കും വിധേയമാക്കി സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുകയാണെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും മുഖ്യമന്ത്രി. എമ്പുരാൻ സിനിമ താൻ കാണില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ലൂസിഫറിന്റെ തുടർച്ചയാണെന്ന് കേട്ടപ്പോഴാണ് എമ്പുരാൻ കാണുമെന്ന് നേരത്തെ പറഞ്ഞത്. എമ്പുരാൻ ചരിത്രത്തെ വളച്ചൊടിക്കുകയാണെന്നും ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിൽ നിരാശയുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു. എമ്പുരാൻ സിനിമയ്ക്കെതിരെ BJP RSS പ്രതിഷേധത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സിനിമ ഒരു കൂട്ടം കലാകാരന്മാരുടെ സൃഷ്ടിയാണ്. ഭീഷണിപ്പെടുത്തിയും സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചും അപമാനിച്ചും ഒരു കലാസൃഷ്ടിയുടെ ഉള്ളടക്കത്തെ തിരുത്തിക്കുന്നത് വിജയമല്ല. അത് സമൂലമായ പരാജയത്തിന്റെയും ഭീരുത്വത്തിന്റെയും ലക്ഷണമാണ്. എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും ചരിത്ര സത്യങ്ങൾ തെളിഞ്ഞു തന്നെ നിൽക്കുമെന്നതും മറക്കരുത്. സംഘപരിവാറിന് ചരിത്രത്തെക്കുറിച്ച് കാര്യമായ അറിവില്ല. മാത്രമല്ല, ചരിത്രത്തെ വളച്ചൊടിച്ചാണ് ശീലം. എമ്പുരാനും അണിയറ പ്രവർത്തകർക്കും ഒപ്പമാണ് താനെന്നും VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി വേരോടെ പിഴുതെറിയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുമെന്നും ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാരിനോടൊപ്പം പൊതുസമൂഹത്തിന്റെ ഇടപെടലും വേണമെന്നും മുഖ്യമന്ത്രി. ലഹരി വ്യാപനം തടയാൻ തിരുവനന്തപുരത്ത് വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവനന്തപുരം വിതുരയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് 17-കാരൻ മരിച്ചു. മരിച്ചത് വിതുര ഹയർ സെക്കൻഡറി +1 വിദ്യാർത്ഥി മുഹമ്മദ് സൈഫ്. വിതുര ഭാഗത്തുനിന്നും ചെന്താപ്പാറ ഭാഗത്തു നിന്നും വന്ന ബൈക്കുകളിലേക്ക് നിയന്ത്രണം വിട്ടുവന്ന കാർ ഇടിക്കുകയായിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് തൂണിൽ ഇടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് പൊയ്കമുക്ക് സ്വദേശി വിവേക്. ആറ്റിങ്ങലിൽ നിന്ന് പൊയ്കമുക്ക് ഭാഗത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. തൃശൂർ കൊരട്ടിയിൽ ടോറസ് ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മേച്ചിറദേശം സ്വദേശി പാർവതിയാണ് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടത്. എറണാകുളം പറവൂരിൽ കണ്ടെയ്നറിന്റെ ബോഡി റോഡിലേക്ക് തെറിച്ചു വീണ് ഇരുചക്രയാത്രികരായ കുടുംബാംഗങ്ങൾക്ക് പരിക്ക്. എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ഒരു മരത്തിന്റെ ശിഖരത്തിലിടിച്ച് വാഹനത്തിന്റെ ബോഡി റോഡിലേക്ക് വീഴുകയായിരുന്നു. ഒഡീഷയിലെ കട്ടക്കിൽ ട്രെയിൻ പാളം തെറ്റി 25 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മെഡിക്കൽ സംഘവും റെയിൽവേ ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി. അപകട കാരണം വ്യക്തമല്ല. ബംഗളൂരുവിൽ നിന്ന് അസമിലെ ഗുവാഹത്തിയിലേക്ക് പോയ ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. മ്യാൻമറിലെ ഭൂചലനത്തിൽ മരണം 1600 കടന്നു. 3500 പേർക്ക് പരിക്ക്. കൂടുതൽ പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് 2 വിമാനങ്ങൾ കൂടി മ്യാൻമറിലേക്ക്. അമേരിക്കയിൽ അയോവയിൽ നിന്ന് മിനസോട്ടയിലേക്ക് പോവുകയായിരുന്ന ചെറുവിമാനം വീടിന് മുകളിലേക്ക് തകർന്നു വീണ് ഒരാൾ മരിച്ചു. വീട് പൂർണ്ണമായും കത്തി നശിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വധശ്രമമെന്ന് അഭ്യൂഹം. പുടിന്റെ വാഹനവ്യൂഹത്തിലെ ലിമോസിൻ കാർ കത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പുടിൻ കൊല്ലപ്പെടുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കാർ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതും അഭ്യൂഹം പ്രചരിച്ചതും. അമേരിക്കയിൽ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ലയുടെ ലീഡർഷിപ്പുകൾക്ക് മുന്നിൽ പ്രതിഷേധം.
മസ്ക് നടപ്പാക്കുന്ന കൂട്ടപ്പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളിലാണ് വ്യാപക പ്രതിഷേധം. ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ഈജിപ്ത് ഖത്തർ കരാർ ഹമാസ് അംഗീകരിച്ചു. ബന്ദികളെ മോചിപ്പിക്കാനുള്ള വ്യവസ്ഥകളും കരാറിലുണ്ട്. ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥർ വഴി 2 ദിവസം മുമ്പ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതായും അത് പരിശോധിച്ച് അനുകൂല തീരുമാനമെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തുവെന്ന് ഹമാസ് നേതാവ് ഗലീൽ അൽ ഹയ്യ അറിയിച്ചു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. സൗദി അറേബ്യയിൽ ഷവ്വാൽ മാസപ്പിറവി കണ്ടതോടെയാണ് റംസാൻ 29 പൂർത്തിയാക്കി വിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. മാസപ്പിറ കണ്ടതായി UAE, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും സ്ഥിരീകരിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം തുടരുന്നു. 11 ദിവസത്തെ നിരാഹാര സമരം കൂടിയാകുമ്പോഴും അനുനയ നീക്കത്തിനായി സർക്കാർ ശ്രമിക്കുമെന്നാണ് ആശമാരുടെ പ്രതീക്ഷ. സ്വന്തം നിലയ്ക്ക് അധിക വേതനം നൽകാൻ 10-ലധികം തദ്ദേശ സ്ഥാപനങ്ങൾ രംഗത്ത് വന്നെങ്കിലും സർക്കാർ അനുമതി ലഭിക്കേണ്ടതുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വർധനവിനുള്ള അപേക്ഷ നിരസിച്ച് സർക്കാർ. പുതിയ തസ്തികകളും ഉപകരണങ്ങളും വാങ്ങുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന വാദം. സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ നയപരമായ തീരുമാനമില്ലെന്നും ആരോഗ്യവകുപ്പ്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കേരള ലോട്ടറി ടിക്കറ്റുകൾ കർണാടകയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തി വിൽപ്പന നടത്തിയ മലയാളി യുവാവ് പിടിയിൽ. സഹാബുദ്ദീനാണ് കർണാടക അതിർത്തി ചെക്ക് പോസ്റ്റായ മഥൂറിൽ പോലീസ് പിടിയിലായത്. ലോട്ടറി ടിക്കറ്റുകൾ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തുകയും ഇവ വിൽപ്പന നടത്തുന്നുണ്ടെന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കേരളത്തിൽ അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽ മഴ കിട്ടും. എങ്കിലും പകൽ താപനിലയിൽ വലിയ മാറ്റമുണ്ടാകില്ല. ഇടുക്കിയിൽ അജ്ഞാത ജീവികളുടെ ആക്രമണത്തിൽ 2000 കോഴികൾ ചത്തു. രാജാക്കാട് മമ്മട്ടിക്കാനത്തെ കോഴി ഫാമിലെ കോഴികളെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി ഫാം ഉടമ പറക്കുന്നേൽ വീട്ടിൽ നരേന്ദ്രൻ പറഞ്ഞു. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലപ്പുറം വണ്ടൂരിൽ 2 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ബീഹാർ സ്വദേശികളായ ഗോപാൽ കുമാർ സഹ്നി, ശിവകുമാർ സഹ്നി എന്നിവരാണ് പിടിയിലായത്. കോഴിപ്പറമ്പ് നിന്നും മലപ്പുറം ഡാൻസ് ഓഫ് ടീമും വണ്ടൂർ പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. കേസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂർ കൂട്ടുപുഴയിൽ പോലീസ് ചെക്ക് പോസ്റ്റിൽ വൻ MDMA വേട്ട. ശനിയാഴ്ച രാവിലെ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കാറിൽ കടത്താൻ ശ്രമിച്ച ഏകദേശം 100ഓളം ഗ്രാം വരുന്ന MDMAയുമായി മലപ്പുറം സ്വദേശികൾ പിടിയിൽ. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് അലി, സഫ്വാൻ ബാദുഷ എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറിന്റെ പിൻസീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടിയിൽ വൻ MDMA വേട്ട. 350 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിൽ. കോഴിക്കോട് സ്വദേശികളായ ലബീബ്, മുഹമ്മദ് അലി എന്നിവരാണ് പരപ്പനങ്ങാടി എക്സൈസിന്റെ പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. തൃശൂരിൽ ബാലികയെ ലൈംഗിക പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ച കരാട്ടെ ട്രെയിനർക്ക് പോക്സോ കോടതിയുടെ ശിക്ഷ. അയ്യന്തോൾ സ്വദേശി സുരേഷ് കുമാറിനെയാണ് തൃശൂർ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2023 കരാട്ടെ പരിശീലനത്തിനായി എത്തിയ 10 വയസ്സുകാരിയെ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കൊല്ലം പനയത്ത് തർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ. പ്രതി അജിത്തിനെ അഞ്ചാലമൂട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പനയം സ്വദേശി അനിൽകുമാറിനെ ഉത്സവത്തിന്റെ വിളക്കിനോടനുബന്ധിച്ചുണ്ടായ തർക്കത്തിനിടെ പ്രതി കുത്തുകയായിരുന്നു. ആക്രമണം തടയാൻ വന്ന യുവാവിനും കുത്തേറ്റു. തൃശൂർ ശംഖുബസാർ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം കഠിന തടവും 4 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. പടിഞ്ഞാറെ വെമ്പലൂർ സ്വദേശി രശ്മിത്, ദേവൻ എന്നിവർക്കാണ് തൃശൂർ
ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്. തൃശൂർ പാവറട്ടിയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്താൻ ഉത്തരവായി. ആനക്കര സ്വദേശി അഭിഷേകിനെതിരെയാണ് കാപ്പ ചുമത്തിയത്. 6 മാസക്കാലത്തേക്കാണ് പ്രതിയെ നാടുകടത്താൻ ഉത്തരവായത്. തൃശൂർ പാലിയക്കര ടോൾ പ്ലാസയിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് പിന്നിൽ ട്രക്കിടിച്ച് അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കാറിനും ലോറിക്കും പിന്നിൽ ട്രക്കിടിച്ചാണ് അപകടമുണ്ടായത്. തൃശൂർ ആളൂർ SHOയ്ക്ക് സസ്പെൻഷൻ. ലഹരിക്കേസുകൾ പെരുപ്പിച്ചു കാണിച്ച സംഭവത്തിലാണ് ആളൂർ SHO KM ബിനീഷിനെ സസ്പെൻഡ് ചെയ്തത്. 3 പ്രതികൾ ഉണ്ടായിരുന്ന ഒരു ലഹരിക്കേസ് 3 കേസുകളായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അന്വേഷണത്തിൽ കേസുകൾ പെരുപ്പിച്ചു കാട്ടിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിന് തടസ്സം സൃഷ്ടിച്ചയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ എളനാട് സ്വദേശി അനീഷ് എബ്രഹാമിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. പ്രിയങ്കയുടെ വാഹന വ്യൂഹത്തിനിടയിൽ കാർ കയറ്റി ബ്ലോക്ക് ചെയ്ത ഇയാൾ പോലീസിനോട് തട്ടിക്കയറി. എറണാകുളത്ത് ട്രെയിൻ ഇടിച്ച് മരിച്ചയാളുടെ പേഴ്സിൽ നിന്നും പണം മോഷ്ടിച്ച സംഭവത്തിൽ SIക്ക് സസ്പെൻഷൻ. ആലുവ പോലീസ് സ്റ്റേഷനിലെ SI സലീമിനെയാണ് റൂറൽ SP വൈഭവ് സക്സേന സസ്പെൻഡ് ചെയ്തത്. ട്രെയിൻ ഇടിച്ചു മരിച്ച രാജസ്ഥാൻ സ്വദേശിയുടെ പേഴ്സിൽ നിന്നാണ് SI പണം മോഷ്ടിച്ചത്. കൊച്ചി റിഫൈനറിയിൽ നിന്നും പുറത്തുവന്ന രാസമാലിന്യമായ കാറ്റലിസ്റ്റ് കൊണ്ട് നിറയുകയാണ് അയ്യൻകുഴി പ്രദേശം. വായു, ജല, ശബ്ദ മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുകയാണ് അയ്യൻകുഴിയിലെ 45 കുടുംബങ്ങൾ. അയ്യൻകുഴി നിവാസികളുടെ സമരം 140 ദിവസം പിന്നിട്ടു. കണ്ണൂർ ആറളം ഫാമിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും കൂടുതൽ പണം അനുവദിക്കണമെന്ന് നിരീക്ഷണ സമിതി. സണ്ണി ജോസഫ് MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആറളം ഫാം നിരീക്ഷണ സമിതി യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. മേഖലയിലെ 35 ഏക്കറോളം പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിച്ചു. ഇതിനായി 2 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചതായും അധികൃതർ യോഗത്തെ അറിയിച്ചു. കാട്ടാനകൾ താവളമാക്കാൻ ഇടയുള്ള കൂടുതൽ പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടുന്നതിന് ആവശ്യമായ പണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ലഭ്യമാക്കണമെന്ന് യോഗം ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വിവിധ തസ്തികകളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ ആരംഭിച്ചു. ആകെ 71 ഒഴിവുകളാണുള്ളത്. താൽപ്പര്യമുള്ളവരും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് NCRTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. ഏപ്രിൽ 24-നാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. തൃശൂർ കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷന്റെ പുനരുദ്ധീകരിച്ച ഫ്ലൈവർ പ്ലാന്റ് ഉദ്ഘാടനം സുരേഷ് ഗോപി MP നിർവഹിച്ചു. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായത്തോടുകൂടിയാണ് പ്ലാന്റ് പുനരാരംഭിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം കോട്ടക്കൽ നിയോജക മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കുള്ള മട്ടുപ്പാവ് കൃഷി മൺചട്ടി വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PT ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT അമീർ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്ത് കടൽ സംരക്ഷണത്തിനായും ലഹരിക്കെതിരെയും ഏകതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് എറിക് സ്റ്റീഫന്റെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ക്രിസ്തുദാസ് R ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. തൃശൂർ മണലൂരിൽ കൊടകര കുഴൽപ്പണക്കേസിൽ BJP ഒഴിവാക്കി EDയുടെ നിലപാടിനെതിരെ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗം ജില്ലാ കമ്മിറ്റി അംഗം AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷത വഹിച്ചു. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത
സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം. നിലവിൽ വനംവകുപ്പ് അധീനപ്പെടുത്തിയിട്ടുള്ള ഈ പാതയിലൂടെ യാത്ര അനുവദനീയമല്ല. ശുചിത്വ ബോധവൽക്കരണത്തിനായി ചിത്രങ്ങൾ ഒരുക്കി ഒരു കലാകാരൻ. തൃശൂർ മച്ചാട് സ്വദേശി ഷാജു കുറ്റിക്കാടനാണ് പെയിന്റിങ്ങുകൾ തീർത്തത്. ശുചിത്വ സുന്ദര മച്ചാട് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഷാജു ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. അതിവേഗ വാർത്ത തുടരും. ആലപ്പുഴ ചെങ്ങന്നൂരിൽ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ദ്വിദിന സൈബർ സുരക്ഷാ ശില്പശാല നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രോണിക് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയവും അമൃത സർവകലാശാലയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഫോളോ ബ്രിക്സ് കമ്പനി തുരുമ്പെടുത്ത് നശിക്കുന്നതിൽ റീത്ത് സ്ഥാപിച്ച് പ്രതിഷേധിച്ചു. പൂവച്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കട്ടേക്കോട് തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കുട്ടനാട്ടിൽ നെല്ല് സംഭരണ പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധ സമരം നടത്തി. സമരം കാതോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറി ടോമിച്ചൻ ഐരുകുളങ്ങര ഉദ്ഘാടനം ചെയ്തു. പാടി മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥരും മില്ല് ഉടമകളും ഇപ്പോൾ നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അനാവശ്യ കിഴിവ് ഈടാക്കി കർഷകരുടെ ആത്മവീര്യം തകർക്കരുതെന്നും സമരത്തിൽ ആവശ്യപ്പെട്ടു. തൃശൂരിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി. ആദ്യഘട്ടം എന്ന നിലയിൽ എല്ലാ പ്രവർത്തകരും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ വൻ MDMA വേട്ട. നഗരത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 2 ഇടങ്ങളിൽ നിന്നാണ് രാസലഹരി കണ്ടെത്തിയത്. എളമക്കരയിൽ 500 ഗ്രാം MDMAയുമായി മുഹമ്മദ് നിഷാദിനെയും ആലുവയിൽ 47 ഗ്രാം MDMAയുമായി ഷാജിയെയുമാണ് പിടികൂടിയത്. തിരുവനന്തപുരം നെടുമങ്ങാടിൽ ലഹരിക്കെതിരെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. ജോയിന്റ് കൗൺസിൽ നെടുമങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി ജോയിന്റ് കൗൺസിൽ ചെയർമാൻ KP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് JK ഷിബു അധ്യക്ഷത വഹിച്ചു. തൃശൂരിൽ സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടക്കുന്ന ഹണ്ടിന്റെ ഭാഗമായി പിടിച്ചെടുത്ത കഞ്ചാവും MDMAയും നശിപ്പിച്ചു. തൃശൂർ സിറ്റി ഡ്രഗ്സ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. മലപ്പുറം ചങ്ങരംകുളത്ത് ലഹരിക്കെതിരെ കാലോചിത നിയമനിർമ്മാണം നടപ്പാക്കാൻ സർക്കാർ സന്നദ്ധമാകണമെന്ന് പന്താവൂർ റിഷാദിൽ നടന്ന മാധ്യമപ്രവർത്തകരുടെ ടേബിൾ ടോക്കിൽ അഭിപ്രായപ്പെട്ടു. ലഹരിക്കെതിരെ നടന്നുവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ച പരിപാടി. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ലഹരി ഉപയോഗത്തിനെതിരായി ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടത്തി. ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ യാത്ര വാർഡ് മെമ്പർ ആന്റോ തുറയൻ ഉദ്ഘാടനം ചെയ്തു. AR റോഡ് ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്നും ആരംഭിച്ച സന്ദേശയാത്ര പെരിങ്ങോട്ടുകര 4 കൂടിയ സെന്ററിൽ സമാപിച്ചു. തൃശൂർ അമ്മാടം പാറളത്തെ മഹാത്മാ LP സ്കൂളിന്റെ 77ാമത് ആനുവൽ ഡേ ആഘോഷിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. 4ാം ക്ലാസ്സിൽ നിന്നും വിജയിച്ചു പോകുന്ന കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണവും ചടങ്ങിൽ നടന്നു. മലപ്പുറം വളാഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MT അസീസ് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം വളാഞ്ചേരി MES കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ഈദ്ഗാഹിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറിയ പെരുന്നാൾ ദിവസം രാവിലെ 7-ന് നടക്കുന്ന ഈദ്ഗാഹിന് വളാഞ്ചേരി മസ്ജിദ് റഹ്മാൻ ഖത്തീബ് P. അബ്ദുറഹ്മാൻ നേതൃത്വം നൽകും. ഈ വർഷത്തെ ഈദ്ഗാഹിൽ നിന്നുള്ള വരുമാനത്തിന്റെ പകുതി സംഖ്യ വളാഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്കും പകുതി പലസ്തീൻ ഫണ്ടിലേക്കും നൽകുവാൻ തീരുമാനിച്ചതായി സംഘാടകർ അറിയിച്ചു.
ആലപ്പുഴ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിന് മികച്ച NSS യൂണിറ്റിനുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അവാർഡ് ലഭിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസറായി മനോജ് സേവ്യറിനെയും മികച്ച വളണ്ടിയറായി S. ഹരികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അവാർഡുകൾ വിതരണം ചെയ്തു. തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ച പ്രധാനമന്ത്രിക്ക് അഭിനന്ദന കത്തയച്ച് ആലപ്പുഴ തലവഴി പഞ്ചായത്തിലെ 11-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 369 രൂപയായി വർദ്ധിപ്പിച്ചതിന് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പോസ്റ്റ് കാർഡ് അയച്ചത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലൂരിൽ BJP മണലൂർ മണ്ഡലം സമ്പൂർണ്ണ സമിതി യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ കുടിവെള്ള സ്രോതസ്സുകളും കർഷകരുടെ കൃഷിയിടങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ ഭരണി അന്നദാന മഹായജ്ഞം സംഘടിപ്പിച്ചു. ഭരണി അന്നദാന യജ്ഞ സമിതിയുടെയും കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടിക്ക് രാജരാജ കുഞ്ഞുണ്ണി രാജ ഭദ്രദീപം കൊളുത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് 68ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന് ഇന്ന് കൊടിയേറും. 1-ാം ഘട്ട തീർത്ഥാടനം ഏപ്രിൽ 6-ന് സമാപിക്കും. തുടർന്ന് 2-ാം ഘട്ട തീർത്ഥാടനം ഏപ്രിൽ 17-ന് ആരംഭിക്കും. ഏപ്രിൽ 19 ശനിയാഴ്ച 2-ാം ഘട്ട തീർത്ഥാടനത്തിന് കൊടിയേറും. തൃശൂർ തിരുനെല്ലൂരിൽ റമദാൻ മാസത്തിലെ മുഴുവൻ നോമ്പുകളും എടുത്ത് 97 വയസ്സുകാരി. തിരുനെല്ലൂർ സ്വദേശി റുക്കിയാണ് വാർദ്ധക്യത്തെ തോൽപ്പിച്ച് എല്ലാ വർഷവും മുഴുവൻ നോമ്പും എടുക്കാറുള്ളത്. തിരുവനന്തപുരം നെടുമങ്ങാടിൽ മുൻ KPCC ആക്ടിംഗ് പ്രസിഡന്റും പാർലമെന്റ് അംഗവുമായിരുന്ന തലേക്കുന്നിൽ ബഷീറിന്റെ അനുസ്മൃതി സംഘടിപ്പിച്ചു. മൂഴി ടിപ്പു കൾച്ചറൽ സൊസൈറ്റിയുടെയും ഗാന്ധിയൻ കർമ്മവേദിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സ്മൃതി DCC ജനറൽ സെക്രട്ടറി ആനാട് ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഒല്ലൂക്കരയിൽ പാലക്കുഴിക്കളം ശുചീകരിച്ചു. മാലിന്യമുക്ത കേരളം ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു ശുചീകരണം. CPIM മണ്ണുത്തി ഏരിയ സെക്രട്ടറി PV പ്രദീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. റെയിൽവേ ടിക്കറ്റ് കൗണ്ടർ വഴി എടുക്കുന്ന ടിക്കറ്റുകൾ ഓൺലൈൻ വഴി റദ്ദാക്കാനുള്ള സൗകര്യം ഒരുക്കി ഇന്ത്യൻ റെയിൽവേ. IRCTC വെബ്സൈറ്റിൽ ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. ഓൺലൈൻ വഴി റദ്ദാക്കിയ ടിക്കറ്റിന്റെ പണം റിസർവേഷൻ കൗണ്ടറിലെത്തി വേണം തിരിച്ചു വാങ്ങാൻ. റീസെൻസറിംഗ് കഴിഞ്ഞ എമ്പുരാൻ എഡിറ്റഡ് പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിലെത്തും. ആദ്യ 30 മിനിറ്റിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപരംഗങ്ങൾ കുറയ്ക്കും. കേന്ദ്ര സർക്കാരിനെതിരായവരെ ദേശീയ ഏജൻസി കേസിൽ എടുക്കുന്നതായി കാണിക്കുന്ന ഭാഗങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്തും. സൽമാൻ ഖാന്റെ ഈദ് റിലീസ് ചിത്രമായ സിക്കന്ദറിനെ ബുക്ക് മൈ ഷോയിൽ ട്രിപ്പിൾ മാർജിനിൽ മറികടന്ന് എമ്പുരാൻ. സിക്കന്ദർ കഴിഞ്ഞ 24 മണിക്കൂറിൽ വിറ്റത് 1.21 ലക്ഷം ടിക്കറ്റുകളാണെങ്കിൽ എമ്പുരാൻ വിറ്റത് 3.45 ലക്ഷം ടിക്കറ്റുകളാണ്. ചിയാൻ വിക്രം നായകനായ വീരധീര സൂരൻ 1.17 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റിരിക്കുന്നത്. ChatGPTയുടെ ജിബിലി സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ ട്രെൻഡിനൊപ്പം ചേർന്ന് തരുൺ മൂർത്തിയുടെ തുടരും എന്ന സിനിമയിലെ മോഹൻലാലും ശോഭനയും ഉൾപ്പെടുന്ന പോസ്റ്ററിന്റെ ജിബിലി വേർഷനാണ് തരുൺ മൂർത്തി പങ്കുവച്ചിരിക്കുന്നത്. ട്രെൻഡ് തുടരും എന്ന ക്യാപ്ഷനോടെയാണ് അദ്ദേഹം ചിത്രം പങ്കുവച്ചത്. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണ് തുടരും. മുകേഷ് കുമാർ സിംഗ് സംവിധാനം നിർവഹിക്കുന്ന പുതിയ തെലുങ്ക് ചിത്രമായ കണ്ണപ്പയുടെ റിലീസ് വൈകുമെന്ന് അറിയിച്ച് അണിയറ പ്രവർത്തകർ. ചിത്രത്തിലെ പ്രധാന ഭാഗങ്ങളിലെ VFX പൂർത്തിയാക്കാൻ ബാക്കിയുള്ളതിനാലാണ് റിലീസ് വൈകുക. ഏപ്രിൽ 25-നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ച തീയതി. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.